മനസ്സിലാക്കാൻ കഴിയുന്നത് ഫിജി എങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും അവസാന ട്രെൻഡ്? യെസ് നിതിൻ, താങ്ക് യു. നമുക്ക് കേരളത്തിലെ അവസാന കണക്കുകളിലേക്ക് വരാം. ഇപ്പോൾ LDF 2 എന്നതിൽ നിൽക്കുകയാണ്. UDF 16 എന്ന കണക്കാണ് നമുക്ക് തരുന്നത്. NDA 2 എന്നതിൽ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നു. ഈ കണക്കുകൾ കേരളത്തിലെ ഈ ഒരു നില കുറച്ചു സമയമായി ഇതേ നിൽപ്പിൽ നിൽക്കുകയാണ് എങ്കിൽ ഭൂരിപക്ഷം ഉയരുന്നുണ്ട്. LDF-ന്റെ ഭൂരിപക്ഷം ഉയരുന്നു, UDF-ന്റെ ഭൂരിപക്ഷം ഉയരുന്നു, NDA-യുടെ ഭൂരിപക്ഷം ഉയരുന്നുണ്ട്. വലിയ ചലനങ്ങളൊന്നുമില്ല കേരളത്തിലെ കാര്യത്തിൽ എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കുറച്ചു നേരമായി ഇതിങ്ങനെ നിൽക്കുകയാണ്. ഇനിയും ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വോട്ടെണ്ണൽ നടക്കാനുള്ളത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് 92,000-ന് മുകളിൽ എത്തിയിരിക്കുന്നു ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷം. 92,290 എന്ന ഫിഗറാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ഉറച്ചു നിൽക്കുന്നു. സുരേഷ് ഗോപി വലിയ വിജയം ഉറപ്പിക്കുകയാണ് തൃശ്ശൂരിൽ. തിരുവനന്തപുരത്തേക്ക് വന്നാലും NDA 9,112, രാജീവ് ചന്ദ്രശേഖർ 9,112-ന്റെ ഭൂരിപക്ഷത്തിലേക്ക് എത്തി നിൽക്കുന്നു. ആറ്റിങ്ങലിൽ LDF-ന്റെ സാന്നിധ്യം 1096 എന്ന വോട്ടിന്റെ ഒരു സാന്നിധ്യം അവിടെ LDF കാണിക്കുകയാണ്. ആലത്തൂരിലേക്ക് വന്നാലും ഭൂരിപക്ഷം K രാധാകൃഷ്ണൻ നൽകുന്നുണ്ട്. 10,000-ന് മുകളിൽ ഭൂരിപക്ഷം 10,811 എന്ന കണക്ക് നമുക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ കഴിയും. ആലത്തൂരിൽ LDF നൽകുന്നത് ഒരു മുന്നേറ്റമാണ്. അത് ഇനിയും ഉയർന്നേക്കുമെന്നുള്ള ചില സൂചനകളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും എറണാകുളത്ത് ഹൈബി ഈഡൻ വലിയ കുതിപ്പ് നടത്തുന്നു. ഷാഫി പറമ്പിൽ വടകരയിൽ വലിയ കുതിപ്പ് നടത്തുന്നു. 35,000 കടന്നു ലീഡ്. കോട്ടയത്ത് UDF-ന്റെ മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത്. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ലീഡ് ചെയ്യുന്നത് 80,000-ൽ അധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഡീൻ കുര്യാസ് മുന്നോട്ട് പോകുന്നത്. K സുധാകരൻ 20,000-ന്റെ ലീഡ് കടന്നിരിക്കുന്നു. കണ്ണൂരിൽ നമ്മളറിയാം ഒരു ഘട്ടത്തിൽ K സുധാകരൻ താഴെ പോകുന്നത്, അദ്ദേഹത്തിന്റെ ലീഡ് നില താഴേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൽ മാറ്റമുണ്ടായിരിക്കുന്നു. K സുധാകരൻ മുന്നോട്ട് തന്നെ പോവുകയാണ്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും മുന്നിൽ കയറിയുന്ന ഒരു ഘട്ടത്തിൽ കൊടിക്കുന്നിൽ താഴേക്ക് പോകുന്നു നമ്മൾ കണ്ടു. K രാധാകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. നമുക്ക് അതിലേക്കൊന്ന് ശ്രദ്ധ വെക്കാം അല്പസമയം.